ഹായ് ഫ്രണ്ട്സ്, ഷീബാസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ ഇന്നൊരു ഗാനമേള സ്ഥലത്താണ് കേട്ടോ. ഗാനമേള എന്ന് പറഞ്ഞാൽ വെറും ഒരു ഗാനമേളയല്ല, ഭിന്നശേഷിക്കാരുടെ ഒരു ഗാനമേളയാണ്. ഇതിൽ കാഴ്ചയില്ലാത്തവരുണ്ട്, കാലിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കഴിവുള്ള കലാകാരന്മാരെ, അതായത് ജീവിതത്തിൽ അവർ നമ്മളെപ്പോലെ അല്ലെങ്കിൽ പോലും കലാപരമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന അവരെ ഈ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പായിട്ട് കൊണ്ട് നടക്കുന്ന സ്വസ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അവരുടെ ഒരു ഗാനമേള കേൾക്കാനാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ ബാക്കി ഈ സ്വസ്തിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ആളുകൾ തന്നെ നമ്മളോട് പറയും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗാനമേളയെ ഒന്ന് കേട്ട് വരാം. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ചില പാട്ടുകളൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സുജാത എന്നാണ്. ഞാൻ കോട്ടയം അയ്മന സ്വദേശിയാണ്. സ്വസ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഘടന 11 വർഷത്തോളമായി കോട്ടയം ജില്ലയിൽ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുന്ന ഒരവസ്ഥയിൽ ഞാനൊരു ഭിന്നശേഷിക്കാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭിന്നശേഷിക്കാർ പല ആവശ്യങ്ങളുമായിട്ട് എന്നെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഞാൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ പ്രവർത്തനങ്ങൾ പല പല പ്രശ്നങ്ങൾ, മരുന്ന്, രോഗാവസ്ഥ, അങ്ങനെ ഒരുപാട് അവസ്ഥകളിൽ കൂടി അവർ കടന്നു പോകുന്നുവെന്ന് കണ്ടെത്തിയതോടുകൂടി എൻ്റെ ശ്രദ്ധ കൂടുതലും അവരിലോട്ടായി. അങ്ങനെ ഏകദേശം ഒരു 300 കുടുംബങ്ങളോളം ഇപ്പം ട്രസ്റ്റിൻ്റെ ഇതിലുണ്ട്. ഡിസംബർ 9 ഞങ്ങൾ ഭിന്നശേഷി ദിനം നടത്തി. അന്ന് കേരളത്തിലുള്ള മിക്ക സ്ഥലങ്ങളിൽ നിന്നും, കോഴിക്കോട് നിന്നും, തിരുവനന്തപുരത്തു നിന്നും, ആലപ്പുഴയിൽ നിന്നും, കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഭിന്നശേഷിക്കാർ അവിടെ എത്തുകയുണ്ടായി. അതിൽ എനിക്ക്
അവരുടെ ഒരു പ്രോഗ്രാം അവരിലുള്ള കഴിവുകളൊക്കെ പുറത്തോട്ട് കാണാനുള്ളൊരു അവസരം വന്നു. അപ്പം പലരും മികച്ച ഗായകരാണ്, വിദ്യാസമ്പന്നരാണ്. പക്ഷേ അവർക്ക് സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ല. അവർക്ക് ദൈവം കൊടുത്ത ഒരു കനിഞ്ഞു കൊടുത്തൊരു അനുഗ്രഹം പോലെ ഇതായിരുന്നു ഒരു ഗായകൻ എന്നുള്ള കല എന്നുള്ള ഒരവസ്ഥ. അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ആദ്യം 2 പേരെ ഉള്ളായിരുന്നു. അതിൽ ഞാൻ പിന്നെ പലരെയും കണ്ടുവരുത്തി 3 ആയി, 4 ആയി, 5 ആയി. ഇപ്പോൾ 6 ഗായകരോളം ഇവരിൽ കണ്ടെത്താൻ സാധിച്ചു. ജനുവരി തൊട്ട് 10ഓളം പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. അതിൽ ആദ്യമൊക്കെ ഞങ്ങൾ കരോക്കെ ആയിരുന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 6-7 സ്ഥലങ്ങളിൽ കരോക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു കരോക്ക ഒരു പ്രൊഫഷണലിലോട്ട് പോകത്തില്ല എന്ന് പല സ്ഥലങ്ങളിലും നിർദ്ദേശം വന്നു. അങ്ങനെയാണ് ഇന്നിവിടെ ഓർക്കസ്ട്ര വായിച്ച സുരേഷ്, അവർ നല്ല കഴിവുള്ളവരാണ്. അവരെ നമ്മൾ പുറം ലോകം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു പ്രൊഫഷണൽ ടീമായിട്ട് അവരെ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു നിർദ്ദേശം വന്നു. ഓർക്കസ്ട്ര ടീമായിട്ട് തന്നെ 3 സ്ഥലങ്ങളിൽ വേദികളിൽ ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. മൂന്ന് അമ്പലപ്പറമ്പ്, തിരുനക്കര അമ്പലം, പരിപ്പിലമ്പലം, അങ്ങനെ 3 ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്തത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് അവരൊരു നല്ല ടീമായിട്ട് അടുത്ത വർഷത്തേന് നല്ല ടീമായിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം ഈ ഒരു ഗാനമേള ട്രൂപ്പ്, ഈ ഒരു കലാകാരന്മാരെ, ഈ ഒരു സഹോദരങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക. അത് ജനങ്ങൾ ഏറ്റെടുക്കണം, നമ്മുടെ നാട് ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഈ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കലാകാരന്മാരെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം നമ്മളെപ്പോലെ അല്ല ഇവർ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം ഈ കലാകാരന്മാരെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ ഇവർക്ക് വേദി ഒരുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ കാണിക്കണം. തീർച്ചയായിട്ടും ഇവരുടെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പം തീർച്ചയായിട്ടും ഇവരെ വിളിച്ച് ഇവർക്ക് ഓരോ വേദികൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.